കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം കസ്റ്റമർ ഇപ്പം താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം ഒരു ചാനൽ പാർട്ണറിൻ്റെ ത്രൂ വരാനും, ഇപ്പോൾ ശോഭയുടെ ആണെങ്കിലും ഭയങ്കര ചാനൽ പാർട്ണർ സപ്പോർട്ടാണല്ലോ നിങ്ങളുടെ ഒരു ഇതും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു പേയ്മെൻറ്റ് മേടിക്കുന്നില്ല. അതേപോലെ തന്നെ കസ്റ്റമറിനൊരു ബെസ്റ്റ് പ്രൈസിന് ആണ് ചാനൽ പാർട്ണറിൻ്റെ ത്രൂ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണക്ട് ചെയ്തോളൂ. അതൊക്കെ കസ്റ്റമറിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് ടോട്ടൽ ഇൻഡസ്ട്രി തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഇൻഡസ്ട്രിക്ക് കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ നെറ്റ്വർക്ക് ടോക്സ് പോലുള്ള ഒരു പ്രോഗ്രാം. തീർച്ചയായിട്ടും നല്ലൊരു ഇനീഷ്യേറ്റീവാണ് നെറ്റ്വർക്ക് ടോക്സ്. ഇസ് എ ഗുഡ് ഇനീഷ്യേറ്റീവ്. സോ നേരത്തെ വന്നിരുന്ന ആൾക്കാരുടെയും ഞാൻ വീഡിയോസ് കണ്ടിരുന്നു. ഇറ്റ്സ് എ ഗുഡ് ഇനീഷ്യേറ്റീവ്. കാരണം ഇൻഡസ്ട്രിയിലുള്ള ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും എല്ലാം ദ മാസസ് ഓൾസോ വുഡ് കം ടു നോ. പിന്നെ സ്പെസിഫിക്കലി അബൌട്ട് നമ്മൾ പറയുമ്പം നമ്മുടെ പ്രോജക്ട്സ് ആണെങ്കിലും ഇറ്റ്സ് അഗെയിൻ എല്ലാം സ്റ്റാൻഡേർഡ് പ്രോജക്ട്സ് ആണ് അക്രോസ് നമ്മുടെ കയ്യിലുള്ളത്. അറ്റ്ലാന്റിസ് മറീന ആകട്ടെ, നമ്മുടെ അക്രോസ് വി ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് വി ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ തൃശ്ശൂർ, പിന്നെ കോഴിക്കോട്, ഇൻഫാക്ട് കേരള. വി റീസെൻ്റ്ലി ലോഞ്ച്ഡ് അവർ ബോംബെ ഓപ്പറേഷൻസ്. ശോഭ ഇനീഷ്യോ എന്നാണ് എൻ്റെ പേര്. ലാസ്റ്റ് വീക്കാണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അതിൻ്റെ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടുന്ന് സെയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത്